അതെ, നിങ്ങൾ ഇത് കണ്ടോ? ഹണികോം ആണ്. ഇവിടെയുള്ള ആൾക്കാർ ഇത് ഒരുപാട് യൂസ് ചെയ്യും കേട്ടോ. പല രീതിയിലാണ് അവരിത് കഴിക്കുന്നത്. ഞാൻ 2-3 രീതി കാണിച്ചു തരുന്നത്. നോക്കിക്കേ, ഞാനൊരു ഇറ്റാലിയൻ ബ്രെഡിന്റെ പീസ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പുറത്തേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ചീസ് വെക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബ്രീ ചീസ് ആണ്. ബ്ലൂ ചീസും ഒക്കെ നല്ലതാ കേട്ടോ. ഇതിന്റെ പുറത്തേക്ക് ഹണികോമിന്റെ ഒരു പീസ് വെക്കാമേ. സ്പ്രെഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ചീസും ഹണികോമും കൂടെ ഉള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഭയങ്കര അടിപൊളിയാ കേട്ടോ. ഇത് ഗ്രാം ക്രാക്കേഴ്സ് ആണ്. ഇതിലും നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ചീസും ഹണികോമും വെച്ച് കഴിച്ചാൽ സൂപ്പർ കോമ്പിനേഷൻ ആണ്. ഇവിടുത്തുകാരുടെ വീട്ടിൽ നമ്മൾ ഗസ്റ്റ് ആയിട്ട് പോകുമ്പോൾ അവർ സ്റ്റാർട്ടേഴ്സ് തരാൻ വേണ്ടി ഒരു ഷാർക്യൂട്ടറി ബോർഡ് സെറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു നീളത്തിലുള്ള വുഡൻ ബോർഡില് അവർ പലതരം ചീസുകള്, ക്രാക്കറുകള്, ചെറിയ ചെറിയ ബ്രെഡിന്റെ പീസസ്, മീറ്റിന്റെ പീസുകള്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്യും കേട്ടോ. ഹണികോം അവൈലബിൾ ആണെങ്കിൽ അവർ അതും ഇതിന്റെ കൂടെ സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ഇത് കേട്ടോ. ഗ്രീക്ക് യോഗട്ടിനകത്ത് ഹണികോം ഇട്ടിട്ട് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സും കൂടി ഇട്ട് കഴിക്കും കേട്ടോ. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ ഹണികോം ഇങ്ങനെ ചുമ്മാതെയും കഴിക്കാറുണ്ട് കേട്ടോ. ഹണികോം നമ്മൾ വെറുതെ കഴിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മടുത്തു പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ. അപ്പൊ ട്രൈ ചെയ്ത് നോക്കണേ.